ഈ അടുത്ത കാലത്ത് ഒരുപാട് ബൈക്കുകളാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. അതിൽ കൂടുതലും നമ്മുടെ ബജാജിൻ്റെ മോഡലായിരിക്കും. അതിൽ 220 തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ യമഹയുടെ മികച്ച മോഡലായിട്ടുള്ള FZ250 അടുത്ത കാലത്ത് ഡിസ്കണ്ടിന്യൂ ചെയ്ത ബൈക്കാണ്. എന്നാൽ ഇപ്പോൾ കിട്ടിയ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ മോജോവും ഇന്ത്യയിൽ നിന്ന് നിർത്തലാക്കി എന്നാണ് പറയുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ പ്രൊഡക്ഷൻ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മഹീന്ദ്രയുടെ മോജോ മികച്ച ബൈക്കാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു ബൈക്ക് എന്താണ് ക്ലിക്കാകാതെ പോയത്, ഈ ഒരു ബൈക്കിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് സെയിൽസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മഹീന്ദ്ര എന്ന ബ്രാൻഡ് തന്നെ ഒരു 2 വീലറിന് ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡല്ല. അവർ കൂടുതലായിട്ടും 3 വീലറിനും 4 വീലറാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്കൂട്ടേഴ്സ് അടക്കം ഏകദേശം 7ഓളം മോഡലാണ് 2 വീലറായിട്ട് അവർ കൊണ്ടുവന്നത്. മോജോ ഇത്രയും ഫ്ലോപ്പ് ആകാനുള്ള കാരണം, അല്ലെങ്കിൽ മോജോ ഇത്രയും സെയിൽസിൽ പിന്നിൽ നിൽക്കാൻ കാരണം ഒന്ന് അതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇപ്പോഴും കുറച്ച് പേർ ഈ ഒരു ബൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് അവർ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഭൂരിഭാഗം പേർക്കും ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈനൊന്നും അത്ര താല്പര്യമില്ല. ഇപ്പോൾ പലർക്കും ഇഷ്ടപ്പെടാത്തൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സെയിൽസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അധികം ആൾക്കാർ ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് ഫോക്കസ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള ബൈക്കിൻ്റെ ഡിസൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ മോജോ ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് ലുക്കുള്ളൊരു ബൈക്കാണ്. ഒരു ഈഗിൾ ലുക്ക് ഫീൽ ചെയ്യുന്നൊരു മോഡലാണ്. രണ്ടാമത്തെ കാര്യം ഈ ഒരു ബൈക്കിൻ്റെ പ്രൊമോഷനാണ്. അതിൻ്റെ ഒരു കുറ്റക്കാരണം എന്ന് പറയുന്നത് ഈ ഒരു ബൈക്കിൻ്റെ ബ്രാൻഡിങ് തന്നെയാണ്. അതായത് മഹീന്ദ്രൻ്റെ പ്രശ്നം തന്നെയാണ്. മഹീന്ദ്ര 3 വീലറിനും 4 വീലറിനൊക്കെ ഒരുപാട് പ്രൊമോഷൻ ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മോജോൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ബൈക്കിന് ആഡ്സോ അല്ലെങ്കിൽ വലിയൊരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നും ഇതുവരെ കമ്പനി കൊടുത്തിട്ടില്ല. മോജോൻ്റെ പേര് പോലും അറിയാത്ത ഒരുപാട് പേർ ഇപ്പോൾ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം ഈ ഒരു ബൈക്കിൻ്റെ സർവീസും പിന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റിയാണ്. ഒരു പുതിയ ബൈക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നോക്കുന്നത് സർവീസാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കുന്നത്. അതിൽ ഫ്രീ സർവീസ് ഉണ്ടാവും, പെയ്ഡ് സർവീസ് ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാ കമ്പനീസിനും ഒരുപാട് ഷോറൂം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഏത് സ്ഥലത്ത് പോയിട്ടും സർവീസ് ചെയ്യാൻ പറ്റും. പക്ഷേ മോജോൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മഹീന്ദ്രക്ക് 2 വീലറിൻ്റെ ഷോറൂം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സർവീസിൻ്റെ കാര്യത്തിൽ മോജോ എടുത്ത ആൾക്കാർ പെട്ട ഒരവസ്ഥയാണ്. അത്രയും ലോങ് പോയിട്ട് വേണം മോജോൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് മോജോ ഇഷ്ടപ്പെടുന്നവർ പോലും ഈ ഒരു ബൈക്കിനെ അവർ എടുക്കാത്തത്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഈ ഒരു ബൈക്കിൻ്റെ സെയിൽസിൽ നല്ല രീതിക്ക് തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ പോസിറ്റീവ് നോക്കുവാണെങ്കിൽ ഒന്ന് ഡിസൈനാണ്. അതായത് ഒരു വെറൈറ്റി ലുക്ക് ചെയ്യുന്നൊരു ബൈക്ക് തന്നെയാണ്. ഒരു ഈഗിൾ ലുക്ക് ചെയ്യുന്നൊരു ബൈക്കാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു ബൈക്ക് ഭയങ്കര സൂട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം റൈഡിങ് കംഫർട്ടാണ്. ഒരു ലോങ് ഡ്രൈവിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ബൈക്കാണ് നമ്മുടെ മഹീന്ദ്രയുടെ മോജോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ടാണ്. ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ബെസ്റ്റ് സൗണ്ടുള്ള ബൈക്കാണ് നമ്മുടെ മോജോ എന്ന് പറയുന്നത്. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ബാക്കിയുള്ള ബൈക്കുമായിട്ട് ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ട് കമ്പയർ ചെയ്താൽ മതി. അഞ്ചാമത്തെ കാര്യം ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിനാണ്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ബെസ്റ്റ് എഞ്ചിൻ ക്വാളിറ്റി ഉള്ള ഒരു ബൈക്കാണിത്. എഞ്ചിൻ്റെ സ്പെക്സ് വരുന്നത് 295 cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു ഡിഒസ് എഞ്ചിനാണ്. നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു റിലയബിലിറ്റി തോന്നിക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ മോജോൻ്റേത്. ഏകദേശം 27.19 bhp പവറും 30 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു ബൈക്കിന് വരുന്നുണ്ടെങ്കിലും ഈ ഒരു ബൈക്കിൻ്റെ സർവീസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ സെയിൽസിനെ കുറിച്ച് പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മളെ മഹീന്ദ്ര മോജോ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം.